പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം. 2 പത്രോസ് അധ്യായം 1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസിൽ നിന്നും ഞങ്ങൾക്കുള്ളതുപോലെയുള്ള അതേ മൂല്യവത്തായ വിശ്വാസമുള്ള നിങ്ങൾക്കെല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവും നീതിമാനായതുകൊണ്ട് നിങ്ങൾക്ക് ആ വിശ്വാസം കിട്ടി. അവൻ ശരിയായത് ചെയ്യുന്നു. കൃപയും സമാധാനവും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കുമാറാകട്ടെ. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും അറിയാമെന്നതുകൊണ്ട് കരുണയും സമാധാനവും നിങ്ങൾക്ക് ലഭിച്ചു. യേശുവിന് ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവന്റെ ശക്തി ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനും നമുക്ക് ജീവിക്കുന്നതിനുമായ എല്ലാ കാര്യങ്ങളും നൽകി. നമുക്കവനെ അറിയാമെന്നതുകൊണ്ട് ഇവയൊക്കെ നമുക്കുണ്ട്. തന്റെ പ്രതാപവും നന്മയും കൊണ്ട് യേശു നമ്മെ വിളിച്ചിരിക്കുന്നു. തന്റെ പ്രതാപവും നന്മയും വഴി യേശു നമുക്ക് വാഗ്ദാനം നൽകിയ അമൂല്യമായ മഹാദാനങ്ങൾ നൽകിയിരിക്കുന്നു. ആ ദാനങ്ങൾ വഴി വിശുദ്ധ സ്വഭാവം നമുക്ക് പങ്കുവയ്ക്കാം. അതുകൊണ്ട് ലോകം അതാഗ്രഹിക്കുന്ന തിന്മകളാൽ നിങ്ങളെ നശിപ്പിക്കയില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് നന്മയും, നന്മയിലേക്ക് അറിവും, അറിവിലേക്ക് ആത്മനിയന്ത്രണവും, ആത്മനിയന്ത്രണത്തിലേക്ക് സ്ഥിരതയും, സ്ഥിരതയിലേക്ക് ദൈവ ശുശ്രൂഷയും, ദൈവ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള കരുണയും, ഈ കരുണയിലേക്ക് സ്നേഹവും കൂട്ടിച്ചേർക്കുക. ഈ കാര്യങ്ങൾ അത്രയും നിങ്ങളിൽ ഉണ്ടാകുകയും അത് വളരുകയും ചെയ്യുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും പ്രയോജനശൂന്യരാകാതിരിക്കാൻ സഹായിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള അറിവ് കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാകാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ഈ വക കാര്യങ്ങൾ ഒരുവന് ഇല്ലെങ്കിൽ അവന് വ്യക്തമായി കാണാൻ കഴിയില്ല. അവൻ അന്ധനാണ്. പഴയ തിന്മകളിൽ നിന്നും അവനെ ശുദ്ധനാക്കി എന്നുള്ളത് അവൻ മറന്നു. എന്റെ സഹോദരങ്ങളെ, അവന്റേതായിരിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം വിളിച്ചവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നിങ്ങളെന്ന് തെളിയിക്കാൻ തീവ്രമായി ശ്രമിക്കണം. ഇത് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് ശ്രേഷ്ഠമായ വരവേൽപ്പും നിങ്ങൾക്ക് കിട്ടും. ആ രാജ്യം എക്കാലത്തേക്കും ഉള്ളതാണ്. ഇക്കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കുള്ള സത്യത്തിൽ നിങ്ങൾ ബലവാന്മാരാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ എപ്പോഴും സഹായിക്കും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലത്തോളം ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് സഹായിക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ഈ ശരീരം തീർച്ചയായും ഉടനെ ഉപേക്ഷിക്കണമെന്ന് എനിക്കറിയാം. നമ്മുടെ കർത്താവായ യേശു അത് എന്നെ കാണിച്ചു. ഈ കാര്യം അത്രയും എപ്പോഴും ഓർമ്മിപ്പിച്ച് സഹായിക്കാൻ എന്നെ കൊണ്ടാവുന്നതത്രയും ഞാൻ ശ്രമിക്കും. എനിക്ക് ശേഷവും ഇവ അത്രയും ഓർമ്മിപ്പിക്കാൻ കെൽപ്പുള്ളവരാകണം നിങ്ങളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അവന്റെ വരവിനെപ്പറ്റിയും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതത്രയും ആൾക്കാർ നെയ്തെടുത്ത വെറും രസികൻ കഥകളല്ല. അതെ, ക്രിസ്തുവിന്റെ പ്രതാപം ഞങ്ങളുടെ തന്നെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടതാണ്. മഹാപ്രതാപവാനായ ദൈവത്തിന്റെ ശബ്ദം യേശു കേട്ടു. പിതാവായ ദൈവത്തിൽ നിന്ന് ആദരവും മഹത്വവും കിട്ടിയപ്പോഴായിരുന്നു അത്. ശബ്ദം പറഞ്ഞു, ഇത് എന്റെ പുത്രനാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനിൽ സംപ്രീതനാണ്. ഞങ്ങളും ആ ശബ്ദം കേട്ടു. യേശുവും ഒത്ത് ഞങ്ങൾ വിശുദ്ധഗിരിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നാണത് വന്നത്. പ്രവാചകർ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞങ്ങളിൽ പൂർണ്ണമായും സ്ഥിരപ്പെടുത്തി. പ്രവാചകർ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധാപൂർവം പിന്തുടരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അവർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അത്രയും അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് മിന്നും വെളിച്ചം പോലെയാണ്. പ്രഭാതം തുടങ്ങും വരെ അത് തെളിയുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഇത് മനസ്സിലാക്കണം. തിരുവെഴുത്തുകളിലെ പ്രവചനം യാതൊരു വ്യക്തിയുടെയും സ്വന്തമായ ഭാഷ്യങ്ങളല്ല. അതെ, ഒരു മനുഷ്യൻ എന്തു പറയാൻ ആഗ്രഹിച്ചോ അതൊന്നിൽ നിന്നും ഒരു പ്രവചനവും വന്നില്ല. പക്ഷേ ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്
ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. 2 പത്രോസ് അധ്യായം 2. പണ്ട് ദൈവജനത്തിനിടയിൽ കള്ളപ്രവാചകരുണ്ടായിരുന്നു. ഇന്നും അപ്രകാരം തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലും വ്യാജ അധ്യാപകർ ഉണ്ടാകും. ജനങ്ങൾ നഷ്ടപ്പെടുന്ന വിധം തെറ്റായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കും. തങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ അവർ പഠിപ്പിക്കും. അവർക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവന്നു കൊടുത്ത നാഥനെ പോലും അവർ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ വേഗത്തിൽ സ്വയം നശിക്കും. അവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളിൽ വളരെയേറെ പേർ അവരെ പിന്തുടരും. ഇതരർ അക്കൂട്ടർ കാരണം സത്യത്തിന്റെ പാതയെക്കുറിച്ച് മോശമായി സംസാരിക്കും. ആ വ്യാജ അധ്യാപകർക്ക് നിങ്ങളുടെ പണം മാത്രം മതി. അതുകൊണ്ട് പൊളിവചനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഉപയോഗിക്കും. ആ വ്യാജ അധ്യാപകർക്കെതിരെയുള്ള വിധിവാചകം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരെ നശിപ്പിക്കുന്നവനിൽ നിന്ന് അവർ രക്ഷപ്പെടില്ല. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ശിക്ഷയില്ലാതെ സ്വതന്ത്രമാക്കാൻ ദൈവം അവരെ അനുവദിച്ചില്ല. അതെ, ദൈവം അവരെ നരകത്തിലേക്ക് അയച്ചു. ഇരുട്ടിന്റെ ഗുഹകളിലേക്ക് ദൈവം അവരെ ഇട്ടു. അന്തിമ വിധി വരെ അവരെ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. പണ്ട് ജീവിച്ചിരുന്ന ദുഷ്ടരെയും ദൈവം ശിക്ഷിച്ചു. ദൈവനിഷേധികളാൽ നിറഞ്ഞിരുന്ന ഭൂമിയിലേക്ക് ദൈവം പ്രളയം കൊണ്ടുവന്നു. എന്നാൽ നോഹയെയും അവനോടൊപ്പമുണ്ടായിരുന്ന 7 പേരെയും ദൈവം രക്ഷിച്ചു. നീതിയോടെ ജീവിക്കാൻ ജനങ്ങളോട് പറഞ്ഞ ഒരുവനാണ് നോഹ. മാത്രമല്ല, ദൈവം സോദോം, ഗോമോറ എന്നീ നഗരങ്ങളെയും ശിക്ഷിച്ചിരുന്നു. ചാരമൊഴികെ മറ്റൊന്നും ഇല്ലാത്ത തരത്തിൽ ദൈവം ആ നഗരങ്ങളെ എരിച്ചു. ദൈവത്തിനെതിരായിട്ടുള്ളവർക്ക് എന്തു സംഭവിക്കുമെന്നതിന് ദൈവം ആ നഗരങ്ങളെ ഉദാഹരണമാക്കി. പക്ഷേ ദൈവം ലോത്തിനെ രക്ഷിച്ചു. ലോത്ത് വളരെ നല്ലവനായ മനുഷ്യനായിരുന്നു. ജനങ്ങളുടെ മോശമായ ജീവിതശൈലി കൊണ്ട് അവന് പൊറുതിമുട്ടി. ലോത്ത് നല്ലവനായിരുന്നെങ്കിലും ആ വൃത്തികെട്ടവർക്കൊപ്പമായിരുന്നു ദിനം തോറും ജീവിച്ചത്. അവൻ കേട്ടതും കണ്ടതുമായ ദുഷ്കാര്യങ്ങളാൽ ലോത്തിന്റെ നല്ല ഹൃദയം മുറിപ്പെട്ടു. അതെ, ദൈവമാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് അവനെ ശുശ്രൂഷിക്കുന്നവരെ എങ്ങനെ രക്ഷിക്കണമെന്നും കർത്താവിനറിയാം. ദുഷ്ടരെ ബന്ധനത്തിൽ വെക്കുകയും ന്യായവിധി ദിവസം വരെ കാത്തിരുന്ന് കർത്താവ് അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പാപം നിറഞ്ഞ സ്വയത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്കും ദൈവത്തിന്റെ അധികാരത്തെ എതിർക്കുന്നവർക്കുമാണ് പ്രധാനമായിട്ട് ഈ ശിക്ഷ. ഈ കപട അധ്യാപകർ അവർക്ക് വേണ്ടത് ചെയ്യുകയും സ്വയം പുകഴ്ത്തുകയും ചെയ്യും. ബലവും ശക്തിയുമേറിയ ദൂതന്മാരെക്കുറിച്ചും മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് ഭീതിയില്ല. ദൂതന്മാർ ഈ വ്യാജ അധ്യാപകരെക്കാൾ വളരെ കരുത്തരും ശക്തരുമാണ്. എന്നാൽ ദൂതന്മാർ പോലും ദൈവസമക്ഷം അവർക്കെതിരെ കുറ്റം ആരോപിക്കുകയോ ചീത്ത പറയുകയോ ഇല്ല. എന്നാൽ ഈ വ്യാജ അധ്യാപകർ തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾക്കെതിരെ ദുഷ്കാര്യങ്ങൾ സംസാരിക്കുന്നു. പിടികൂടപ്പെട്ട് കൊല്ലപ്പെടുവാൻ മാത്രമായി ജനിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെപ്പോലെ ഇവരും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. വന്യമൃഗങ്ങളെപ്പോലെ ഇവരെയും നശിപ്പിക്കും. ഇവർ മൂലം പലർക്കും ക്ലേശം വന്നു. അതുകൊണ്ട് അവരും സ്വയം ക്ലേശിക്കും. അവർ ചെയ്തതിനുള്ള ഫലമാണത്. എല്ലാവരും കാണെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് രസമാണെന്ന് അവർ കരുതുന്നു. അവരുടെ സ്വന്തം ദുഷ്ചെയ്തികളിൽ അവർ രസം കൊള്ളുകയും അതിൽ സംതൃപ്തരാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ നിങ്ങളിലുള്ള മലിനമായ പൊട്ടും കറിയുമാണ്. ഒന്നിച്ചു ഭക്ഷിക്കുമ്പോൾ നിങ്ങളിലേക്ക് അവർ ലജ്ജ കൊണ്ടുവരുന്നു. അവർ ഒരു സ്ത്രീയെ നോക്കുമ്പോഴെല്ലാം അവളെ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം അവർ സദാ തെറ്റു ചെയ്യുന്നു. ബലഹീനരെ അവർ പാപക്കെണിയിലേക്ക് നയിക്കുന്നു. എപ്പോഴും അത്യാർത്തിയുള്ളവരാകാൻ അവർ തങ്ങളെ തന്നെ പഠിപ്പിക്കുന്നു. അവർ ശപിക്കപ്പെട്ടവരാണ്. ഈ വ്യാജ അധ്യാപകർ സന്മാർഗത്തെ ഉപേക്ഷിച്ച് ചീത്ത മാർഗത്തിലേക്ക് പോയി. ബെലയാം പോയ അതേ വഴി അവർ പിന്തുടർന്നു. ബെലയാം ബയോരിന്റെ പുത്രനായിരുന്നു. പ്രതിഫലത്തിനു വേണ്ടി തെറ്റു ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കഴുത ബെലയാമിനോട് അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു.
കഴുത സംസാരശേഷി ഇല്ലാത്ത ഒരു മൃഗമാണ്. പക്ഷേ ഈ കഴുത മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചു. ബിലെയാമിന്റെ ഭ്രാന്തൻ വഴികളെ തടഞ്ഞു. ജലമില്ലാത്ത നദി പോലെയാണ് ആ വ്യാജപ്രവാചകർ. കൊടുങ്കാറ്റാൽ ഓടിക്കപ്പെട്ട മേഘങ്ങൾ പോലെയാണവർ. അത്യഘാതത്തിലെ കൊടുങ്കൂരിട്ടുള്ള സ്ഥലം അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. കപടവാക്കുകളാൽ വ്യാജ അധ്യാപകർ പുകഴ്ത്തും. പാപക്കെണിയിൽ അവർ ജനങ്ങളെ കുരുക്കും. തെറ്റായി ജീവിക്കുന്നവരിൽ നിന്നും മാറാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നവരെ പോലും അവർ വഴിതെറ്റിക്കും. അവരുടെ പാപം നിറഞ്ഞ സ്വയം ആഗ്രഹിക്കുന്ന ദുഷ്ടചിന്തകൾ പ്രായോഗികമാക്കാൻ പ്രോത്സാഹിപ്പിക്കുക വഴിയാണ് ഈ കള്ള അധ്യാപകർ ഇത് ചെയ്യുന്നത്. ആ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്ന് ഈ വ്യാജ അധ്യാപകർ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഈ വ്യാജ അധ്യാപകർ തന്നെ സ്വതന്ത്രരല്ല. നശ്വരമായ വസ്തുക്കളുടെ അടിമകളാണ് അവർ. ഒരു വ്യക്തി അവനെ നിയന്ത്രിക്കുന്ന കാര്യത്തിന് അടിമയാണ്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വതന്ത്രരായതിനു ശേഷം വീണ്ടും ദുഷ്കാര്യങ്ങളിലേക്ക് തിരിയുകയും ദുഷ്ടത അവരെ നിയന്ത്രിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അവരുടെ നില ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. അത്തരം ആൾക്കാർ ഒരിക്കലും സത്യമാർഗം അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് അവർക്ക് നൽകപ്പെട്ട വിശുദ്ധ ഉപദേശം. അറിഞ്ഞതിനു ശേഷം അതിൽ നിന്നും അകലുന്നതിലും നല്ലത് അറിയാതിരിക്കുന്നതാണ്. ഛർദി വീണ്ടും ഭക്ഷിക്കുന്ന നായെ പോലെ എന്നും വൃത്തിയായതിനു ശേഷവും ചെളിയിൽ ഉരുളുന്ന ഒരു പന്നിയെപ്പോലെ എന്നും ഇവരുടെ ചെയ്തികളെ സമപ്പെടുത്താം. 2 പത്രോസ് അധ്യായം 3. വാത്സല്യ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന രണ്ടാമത്തെ കത്താണ്. ഇവ രണ്ടും എഴുതിയത് ആത്മാർത്ഥമായ ചിന്തകൾ മനസ്സിൽ ഉണർത്തുവാനും ചില കാര്യങ്ങളെ ഓർപ്പിക്കാൻ സഹായിക്കുന്നതിനുമാണ്. വിശുദ്ധ പ്രവാചകർ പണ്ടു പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഓർക്കുകയും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായവൻ നമുക്ക് തന്ന കൽപ്പനകൾ ഓർക്കുവിൻ. നിങ്ങളുടെ അപ്പോസ്തലരിലൂടെയാണ് അവൻ ഈ കൽപ്പനകളെ നൽകിയിരിക്കുന്നത്. അവസാന നാളുകളിൽ എന്തു സംഭവിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പ്രധാനമാണ്. ദുഷ്ടർ നിങ്ങളെ പരിഹസിക്കും. ദുഷ്ടർ പറയും, യേശു തിരികെ വരുമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ എവിടെ? നമ്മുടെ പൂർവികർ മരിക്കുകയും ലോകം അതിന്റെ നിർമ്മിതി തൊട്ടുള്ള കാലം മുതൽക്കുള്ള അതേ വഴിയിൽ തുടരുകയും ചെയ്യുന്നു. പക്ഷേ പണ്ടു സംഭവിച്ചത് ഓർക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ആകാശം അവിടെ ഉണ്ടായിരുന്നു. ദൈവം ഭൂമിയെ ജലത്തിൽ നിന്നും ജലം കൊണ്ടും നിർമ്മിച്ചു. ഇതെല്ലാം ദൈവവചനം കൊണ്ടാണ് സംഭവിച്ചത്. പിന്നീട് ആ ലോകത്തെ തന്നെ ജലപ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു. അതേ ദൈവവചനം തന്നെയാണ് ആകാശത്തെയും ഭൂമിയെയും ഇപ്പോൾ നമുക്കുള്ളതുപോലെ സൂക്ഷിക്കുന്നത്. ആകാശവും ഭൂമിയും തീയാൽ നശിപ്പിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിയും ആകാശവും വിധി ദിവസത്തിനും ദൈവത്തിന് എതിരായിട്ടുള്ളവരുടെ നാശത്തിനും വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം മറക്കരുത്. കർത്താവിന് ഒരു ദിവസം 1000 വർഷവും 1000 വർഷം ഒരു ദിവസം പോലെയുമാണ്. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ കർത്താവ് താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കുന്നതിൽ മാന്ദ്യനല്ല. എന്നാൽ ദൈവം നിങ്ങളോട് ശാന്തത കാണിക്കുന്നു. കാരണം ആരും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ട് പാപം ചെയ്യുന്നത് നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ കർത്താവ് തിരികെ വരുന്ന ആ ദിവസം ഒരു കള്ളനെ പോലെ അമ്പരിപ്പിക്കുന്നതായിരിക്കും. കടുത്ത ശബ്ദത്തോടെ ആകാശം കത്തിയെരിയും. ആകാശത്തിലുള്ളതൊക്കെയും തീയാൽ നശിപ്പിക്കപ്പെടും. ഭൂമിയും അതിലുള്ള സമസ്തവും ന്യായവിധിക്കായി ദൈവത്തിന്റെ മുമ്പിൽ അനാവൃതമാക്കപ്പെടും. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വിധം സർവ്വതും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ളവരാകണം? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കണം. ദൈവത്തിന്റെ ദിനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ആ ദിവസം വരുവാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കണം. ആ ദിവസം വരുമ്പോൾ ആകാശവും അതിലുള്ളതൊക്കെയും ചൂടുകൊണ്ട് ഉരുകി നശിക്കും. പക്ഷേ ദൈവം നമ്മോട് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ വാഗ്ദാനം ചെയ്ത ആ പുതിയ ആകാശത്തിനും
പുതിയ ഭൂമിക്കും വേണ്ടി നാം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ആ സ്ഥലത്താണ് നന്മയും ഐശ്വര്യവും വിളയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് സംഭവിക്കാനായി നാം കാത്തു നിൽക്കുന്നു. പാപമില്ലാതെ ഇരിക്കാനും കുറ്റമില്ലാതെ ഇരിക്കാനും സർവോപരി ദൈവവുമായി സമാധാനത്തിലിരിക്കാനും പരമാവധി ശ്രമിക്കുക. രക്ഷിക്കപ്പെടുവാനുള്ള അവസരം കർത്താവിന്റെ ക്ഷമയാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഓർക്കുക. ദൈവത്തിൽ നിന്ന് ലഭ്യമായ വിജ്ഞാനത്തിന്റെ അകമ്പടിയോടെ നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ പൗലോസ് നിങ്ങളെ എഴുതി അറിയിച്ചതും അതുതന്നെ. ഈ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഇതേ രീതിയിൽ തന്റെ എല്ലാ എഴുത്തുകളിലും എഴുതുന്നു. മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പൗലോസിന്റെ കത്തുകളിലുണ്ട്. അജ്ഞരും ആത്മാർത്ഥതയില്ലാത്തവരുമായ ആളുകൾ പൗലോസിന്റെ എഴുത്തുകളിലുള്ള കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഇതര ലിഖിതങ്ങളെയും അവർ വളച്ചൊടിക്കുന്നു. അങ്ങനെ ചെയ്യുക വഴി അവർ തങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. നിയമലംഘകർ അവരുടെ ദുഷ്ചെയ്തികൾ കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ കരുത്താർന്ന വിശ്വാസത്തിൽ നിന്നും വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പകരം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ വിജ്ഞാനത്തിലും കൃപയിലും വളർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവന് മഹത്വം ആയിരിക്കട്ടെ. ആമേൻ.